അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങൾ ഇന്ന് ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ അവിടുത്തെ ഹിക്കം എന്ന ഗ്രന്ഥത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തിയ ഒരു ഉപദേശമാണ്. വളരെ ശ്രദ്ധേയമായ ഗൗരവമേറിയ ഒരു ഉപദേശം. ബഹുമാനപ്പെട്ടവർ പറയുന്നു, അസുലു കുല്ലു മഅസിയത്തിൻ വഗഫിലത്തിൻ വശഹ്ബത്തിൻ അർറിളാ അനിൻ നഫ്സ്. ഒരു മുഅ്മിൻ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഇവിടെ ദോഷം ചെയ്യാനും കുറ്റം ചെയ്യാനും മറ്റുള്ള പാപങ്ങൾ ചെയ്യാനും അള്ളാഹു പൊരുത്തപ്പെടാതെ ജീവിക്കാനുള്ള ധൈര്യം കിട്ടുന്നത് എന്തുകൊണ്ടാണ്? അർറിളാ അനിൻ നഫ്സ്. അവനെക്കുറിച്ച് അവനിക്ക് വല്ലാത്ത മതിപ്പുള്ളത് കൊണ്ടാണ്. വല്ലാത്തൊരു ഉപദേശമാണ്. അതായത് എനിക്ക് എന്നെക്കുറിച്ച് വല്ലാത്ത മതിപ്പാണ്, ഞാനൊരു സംഭവമാണെന്നുള്ളൊരു ചിന്തയാണ്, എനിക്ക് എന്നെക്കുറിച്ചുള്ള ധൈര്യമാണ്. ഞാനൊരിക്കലും എന്നെ ആരും ശിക്ഷിക്കില്ല, എന്നെ ആരും ഭയപ്പെടുത്തില്ല, ഞാൻ ആരുടെ മുമ്പിലും കുനിയില്ല എന്നുള്ള ആ കിബറിൻ്റെ ചിന്തയാണ് നമ്മുടെ ജീവിതത്തിൽ വല്ലാത്ത ഇത്തരത്തിലുള്ള ഹറാമിയത്തുകൾ, കുറ്റങ്ങൾ, അള്ളാഹു പൊരുത്തപ്പെടാത്ത ജീവിതത്തെ ജീവിക്കാനുള്ള കാരണമെന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതേസമയത്ത് ബഹുമാനപ്പെട്ടവർ പറയുന്നു, വഅസ്ലു കുല്ലു ത്വഅത്തിൻ വയഖ്ലത്തിൻ വഇഫത്തിൻ അദമു റിളാ മിൻക അൻഹാ. അതെ, ധാരാളം നന്മകൾ ചെയ്യാനും ധാരാളം ഇബാദത്തുകൾ ചെയ്യാനും ഇങ്ങനെയൊക്കെ തോന്നലുണ്ടാകുന്നത് ആർക്കാണ്? അതെ, അവനെക്കുറിച്ച് അവനിക്ക് ഭയമുണ്ടാകുമ്പോഴാണ്. സത്യമാണല്ലോ. അതെ, എനിക്ക് വല്ലാത്ത ഭയം കയറിയാൽ, അള്ളാഹുവിനെക്കുറിച്ചുള്ള ആ ചിന്ത എൻ്റെ മനസ്സിലേക്ക് കയറിപ്പോയാൽ, ഞാനൊന്നുമല്ല എന്നുള്ള ചിന്ത എനിക്ക് വന്നുപോയാൽ, റബ്ബിൻ്റെ മുമ്പിൽ ഞാൻ എത്തിയാൽ എന്ത് ചെയ്യും? റബ്ബെന്നെ ചോദ്യം ചെയ്താൽ ഞാനെങ്ങനെ ഉത്തരം നൽകും എന്നുള്ളൊരു ഭയം എന്നെക്കുറിച്ച് എനിക്ക് വല്ലാത്ത തവാളു, ആ തായ്മയുടെ ചിന്ത വന്നാൽ പിന്നെ ഞാൻ ധാരാളം നിസ്കരിക്കും, ധാരാളം ഇബാദത്തുള്ളവനാകും, ധാരാളം ഖുർആൻ ഓതുന്നവനാകും. വല്ലാത്തൊരു ഉപദേശമാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്. അപ്പോൾ നാം ചിന്തിക്കേണ്ടത്, എന്തുകൊണ്ടാണ് എനിക്ക് ഇബാദത്ത് ചെയ്യാൻ എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല? അങ്ങനെ ഒരു മനസ്സ് എൻ്റെ കൽബിൽ തോന്നുന്നില്ല. അത് നേരത്തെ പറഞ്ഞതുപോലെ എന്നെക്കുറിച്ച് എനിക്ക് വല്ലാത്ത മതിപ്പുള്ളത് കൊണ്ടാണ്, ആ കിബിറിൻ്റെ ചിന്ത ഉള്ളത് കൊണ്ടാണ്. അതേസമയത്ത് അതൊക്കെ വിട്ടുനിന്ന് ഞാൻ നമ്മളെക്കുറിച്ച്, ആഖിറത്തിനെ കുറിച്ച് ഭയപ്പെടുന്നവരാകണം. അങ്ങനെയുള്ള ഭയം വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാ ഇബാദത്തുകൾ ചെയ്യാൻ നല്ല താല്പര്യമുണ്ടാകും. അതാണ് ബഹുമാനപ്പെട്ടവർ ഓർമ്മപ്പെടുത്തി. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ ഒരു വാക്കവിടെ പറയുന്നുണ്ട്, ഒരു ജാഹിലായ മനുഷ്യൻ, ഒരു പാവപ്പെട്ട ഒരു മനുഷ്യന് അവനെക്കുറിച്ച് വല്ലാത്ത ഭയമാണ്. അള്ളാഹുവിനെ പേടിയുള്ള ഒരു ജാഹിലായ മനുഷ്യന് അവനാണ് യഥാർത്ഥത്തിൽ ഖൈറ്. ആരെക്കാൾ? ഒരു ആലിമു. അവനിക്കാണെങ്കിലോ ആലിമു ഇൽമൊക്കെ ഉണ്ട്, പക്ഷേ അവന് അള്ളാഹുവിനെക്കുറിച്ചൊരു ഭയമൊന്നുമില്ല. അവനൊരു വലിയ കിബരനാണ്, ഞാനൊരു സംഭവമാണെന്നുള്ള ആ തോന്നലിലാണ് അവൻ്റെ ജീവിതം. അവനേക്കാൾ ഏറ്റവും ഖൈറ് ഒരു ഇൽമില്ലാത്ത ജാഹിലായ മനുഷ്യന്. അതേസമയത്ത് അവന് നല്ല ഭയമാണ്, അവനാണ് ഏറ്റവും ഖൈറ്. നീ കൂടുതൽ കൂടേണ്ടത് ആ ആലിമിനേക്കാളും ഇത്തരത്തിലുള്ള ഭയമുള്ള ഒരു ജാഹിലിനെ കൂടെയാണെന്നാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു. എന്നിട്ട് പറയുന്നു, ഫഅയ്യു ഇൽമിൻ ലി ആലിമിൻ യർളാ അൻ നഫ്സിഹി. എന്തൊരു ആലിമാണ്? ആലിമെന്ന് പറഞ്ഞാൽ എന്താണ്? സ്വന്തത്തിനെ കുറിച്ച് തൃപ്തിയില്ലാത്തവൻ, സ്വന്തത്തിനെ കുറിച്ച് കിബിറിൻ്റെ ചിന്തയില്ലാത്തവനല്ലേ യഥാർത്ഥത്തിൽ ആലിമാവുക? അങ്ങനെ ചിന്തയില്ലാത്തവൻ പിന്നെ അവൻ എത്ര ഇൽമുണ്ടായിട്ടും അവനൊരു ആലിമല്ല എന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ ഓർമ്മപ്പെടുത്താണ്. മൊത്തത്തിൽ ബഹുമാനപ്പെട്ടവർ ഈ പറഞ്ഞ ഉപദേശത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ, അതെ, എനിക്ക് എന്നെക്കുറിച്ച് ധൈര്യമുണ്ടാകാൻ പാടില്ല, തൃപ്തി ഉണ്ടാകാൻ പാടില്ല, എന്നും ഭയമാണ് കൽബിൽ ഉണ്ടാകേണ്ടത്. ഞാനൊരു പാവപ്പെട്ടവനാണ്, ഞാൻ എവിടെത്തും എനിക്കറിയില്ല, ഞാൻ എങ്ങനെ മരണപ്പെടും, എൻ്റെ ഖബറിൻ്റെ ജീവിതം എങ്ങനെയായിരിക്കും,
ആഖിറം എന്തായിരിക്കുമെന്നുള്ള ആ ഭയത്തോടു കൂടെയാണ് നാം എന്നും ജീവിക്കേണ്ടത്. അല്ലാതെ കുറച്ച് ഇബാദത്തുകൾ അങ്ങ് വരുമ്പോഴേക്ക്, കുറച്ച് ഖുർആൻ ഓതാനൊക്കെ തൗഫീക്ക് കിട്ടുമ്പോഴേക്ക് ഞാൻ ഉഷാറായിട്ടുണ്ട്, ഞാനൊരു സംഭവമായിട്ടുണ്ട്, ഞാൻ വലിയ അല്ലാഹുവിൻ്റെ അടുക്കൽ ഇഷ്ടപ്പെടുന്ന ഒരു ആളായിട്ടുണ്ട് എന്ന ചിന്ത വന്നാൽ അതോടുകൂടി നാം തകർന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തുള്ള ആ ദുഷിച്ച ചിന്തയിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.